നമ്മൾ മുഹീദ്ദീൻ ഷേഖിൻ്റെ പേര് വിളിക്കുമ്പോഴും ബഹുമാനപ്പെട്ട അസ്ഹാബുൽ ബദറിനോടൊക്കെ സഹായം ചോദിക്കുമ്പോഴും നമ്മുടെ മനസ്സിലുള്ള ഉറച്ച വിശ്വാസം എന്താണ്? അവർക്ക് ആ കഴിവ് കൊടുത്തത് അള്ളാഹുവാണ്, അവർക്ക് സഹായിക്കാനുള്ള അനുമതി കൊടുത്തതും അള്ളാഹുവാണെന്ന് ഉറച്ച വിശ്വാസമുള്ളവരാണ് നമ്മൾ സുന്നികൾ. നമ്മൾ ബഹുമാനപ്പെട്ട മഹാത്മാരുടെ മക്കാമിൽ ചെന്ന് അവരോട്, ഇപ്പം മമ്പുറത്തോരുടെ മക്കാമിൽ ചെന്ന് മമ്പുറം തങ്ങളെ എൻ്റെ പ്രശ്നത്തിനൊരു പരിഹാരം കാണണേ എന്ന് പറയുമ്പോൾ നമുക്ക് ഉറച്ച ബോധ്യമുണ്ട് അള്ളാഹു മമ്പുറം തങ്ങൾക്ക് കൊടുത്ത കഴിവാണെന്ന്. പിന്നെ നമ്മൾ അവിടെ ചെന്നിട്ട് അല്ലയോ മമ്പുറം തങ്ങളെ, അവിടുത്തേക്ക് അള്ളാഹു തന്ന കഴിവ് കൊണ്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ മനസ്സിൽ ഉറച്ച ബോധ്യമുണ്ട് മമ്പുറം തങ്ങൾ നമ്മളെ സഹായിക്കുന്നുണ്ടെങ്കിൽ ആ സഹായിക്കാനും ആ സഹായിക്കാനുള്ള അനുമതി കൊടുത്തതും ആ കഴിവ് കൊടുത്തതും അള്ളാഹുവാണെന്നുള്ള ഉറച്ച ബോധ്യമുള്ളവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആളുകൾ. അതുകൊണ്ട് ഈ വഹാബികളുടെ പ്രസംഗവും മറ്റും കേട്ട് പെട്ടുപോയ പാവങ്ങളോട് പറയാനുള്ളത്, എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾക്ക് ശിർക്ക് എന്താണെന്ന് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് ഇസ്തിഗാസ എന്താണെന്ന് അറിയില്ലെങ്കിൽ, നിങ്ങൾക്ക് തവസ്സുൽ എന്താണെന്ന് അറിയില്ലെങ്കിൽ ഇതൊക്കെ നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണം. ഇല്ലാതെ അവന്മാർക്ക് അറിയില്ല, അവന്മാർക്ക് ശിർക്കിൻ്റെ നിർവചനം പോലും അറിയില്ല. അവന്മാരുടെ വിചാരം നമ്മൾ ഡോക്ടറോട് ചെന്നിട്ട് ഡോക്ടറെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ അതുവരെ ശിർക്കാണെന്ന് പറയുമോ അവന്മാർ. കാരണം അവന്മാർക്ക് അതെന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് എൻ്റെ സാധുക്കളായ ഇതൊക്കെ കേട്ട് പെട്ടുപോയ മനുഷ്യരോട് ഞാൻ പറയുന്നത്, നിങ്ങളൊന്ന് പഠിക്കാൻ തയ്യാറാകണം.